നിസാര പണത്തിന് അല്ലെങ്കിൽ സൗജന്യമായി സേവനം ചെയ്യാൻ ഭക്ഷണം മാത്രം മേടിച്ച് പഴയ വസ്ത്രങ്ങളും ഈ ആദിവാസി മേഖലകളിൽ നിന്ന് കന്യാസ്ത്രീകൾ കടത്തിക്കൊണ്ടു പോകുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് പഴയ വസ്ത്രങ്ങളും പഴകിയ ഭക്ഷണവുമാണ്. അടിമപ്പണിയാണ് ചെയ്യിക്കുന്നതെന്ന് സാരം. ഡീസന്റ് ആയിട്ട് ന്യായമായിട്ട് നാട്ടിൽ നടപ്പുള്ള ശമ്പളം കൊടുത്ത ആളുകളെ നിയമിക്കാൻ തയ്യാറാവണം. ഈ ആശുപത്രികളൊന്നും സൗജന്യമല്ല. കത്തോലിക്ക സഭയുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെല്ലുന്ന ആർക്കും സൗജന്യം കിട്ടുന്നില്ല, അവർക്ക് ബില്ലാണ് കിട്ടുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ തൊഴിലെടുക്കുന്ന നഴ്സുമാരടക്കം സേവനത്തിന് ന്യായമായ വേതനം കൊടുക്കുവാൻ വിസമ്മതമുള്ള വൈമനസ്യമുള്ള, അപ്പൊ ഇവരുടെ രക്തം കുടിച്ച് തടിച്ച് കൊഴുക്കുന്ന ഒരു രക്ഷസായി ഈ സഭയും സഭാ സ്ഥാപനങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. തെറ്റാണ് ചെയ്യുന്നത്, തെമ്മാടിത്തരമാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാണ്? അവരുടെ മതത്തെ കൂട്ടുപിടിക്കുകയാണ്. നോക്കൂ, ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് വലിയ കുഴപ്പം ഉണ്ടാകുന്നു. ക്രിസ്ത്യാനിറ്റി ആക്രമിക്കപ്പെടുന്നു. ആശുപത്രികൾ നടത്തുക എന്നുള്ളത് ഇന്നതൊരു കോർപ്പറേറ്റ് വ്യവസായമാണ്. അതൊരു ക്രിസ്ത്യൻ മിനിസ്ട്രി അല്ല. അതെപ്പോഴാണ് ക്രിസ്ത്യൻ മിനിസ്ട്രി ആകുന്നത്? അത് ഗ്രാസ് റൂട്ട് ലെവലിൽ സാധുക്കൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്നെങ്കിൽ, മരുന്ന് നൽകുന്നെങ്കിൽ മാത്രമാണ് അതൊരു ക്രിസ്ത്യൻ മിനിസ്ട്രി ആണ്. അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോസ്പിറ്റലുകൾ നടത്തി സമൂഹത്തിലെ വരേണ്യവർഗത്തിന് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നു. അതിനുവേണ്ടി കന്യാസ്ത്രീകൾ ഉപയോഗിക്കുന്നു. കന്യാസ്ത്രീകളിലൂടെ ക്യാൻവാസ് ചെയ്തെടുക്കുന്ന ആദിവാസി പെൺകുട്ടികളെ ഈ ഇത്തരത്തിലുള്ള ആശുപത്രികളിലെ ദാസ്യവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഹീനവും അധമവും നിന്ദ്യവും ആയ വേലകൾ ചെയ്യുവാൻ ആദിവാസി മേഖലകളിൽ നിന്നുള്ള പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നു. ഇത് എങ്ങനെ ഒരു നോബൽ വർക്കാകും? ഇത് മനുഷ്യക്കടത്തിന്റെ പരിധിയിൽ വരും. അത് മനുഷ്യക്കടത്ത് തന്നെയാണ്. ആദിവാസി മേഖലയിൽ നിന്ന് പെൺകുട്ടികളെ ആഗ്രയിലെ ആശുപത്രിയിലെ ദാസ്യവേലയ്ക്ക് വേണ്ടി മതിയായ രേഖകളില്ലാതെ, സമ്മതപത്രങ്ങളില്ലാതെ കടത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ച കന്യാസ്ത്രീകൾ എന്ന് കത്തോലിക്ക കന്യാസ്ത്രീകൾ 2 പേർ അറസ്റ്റിലായി എന്നതുകൊണ്ട് ഇന്ത്യയിൽ സുവിശേഷ പീഡനം, ക്രിസ്തീയ പീഡനം എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് നോൺസെൻസ്. അപ്പൊ നരമോഷണം തൊഴിലാക്കിയിരിക്കുന്നു. കത്തോലിക്കയിലെ കന്യാസ്ത്രീകൾ പറഞ്ഞാൽ ഗതികെട്ട ജീവിതങ്ങൾ, എല്ലാവിധത്തിലുമുള്ള മർദ്ദനങ്ങളും താടനങ്ങളും കൊടിയ ദാസ്യവേലകളും ചൂഷണങ്ങളും പീഡനങ്ങളും എല്ലാം അനുഭവിക്കുന്നവരാണ് ഈ കന്യാസ്ത്രീ. അവരാണ് ഉപദ്രവിക്കുന്നത്, അവരാണ് ഉപദ്രവിക്കപ്പെടുന്നത്. അവരിലൂടെയാണ് ഇവരെല്ലാം റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഈ ആദിവാസി മേഖലകളിൽ വൻതോതിൽ ഇവരെ മതപരിവർത്തനം നടത്തുവാനും അവരെ അടിമപ്പണി ചെയ്യിക്കാൻ വേണ്ടി റിക്രൂട്ട് ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യയിലെ ഇതിനെതിരെ നിയമ സംവിധാനം ഉണ്ടെങ്കിൽ ഇന്നും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും ക്രൂരമായ വിവേചനവും ചൂഷണവും ഒക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഇന്ത്യ രാജ്യത്ത് ചെറിയ വെളിച്ചമെങ്കിലും ഒരു 2 കന്യാസ്ത്രീകളെങ്കിലും അറസ്റ്റിലായാൽ അത്രയും വെളിച്ചം അവിടെ വന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വെളിച്ചം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഞാൻ ഇതിനെ വെൽക്കം ചെയ്യുകയാണ്. വളരെ നല്ല കാര്യമാണ് കന്യാസ്ത്രീകളെയും പാസ്റ്റർമാരെയും അറസ്റ്റ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കർത്താവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞില്ല, ഒരു ഗ്രാമത്തിൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ വിട്ടു പോവുക, അവിടെ തുറന്നു നിൽക്കാൻ കർത്താവ് പറഞ്ഞു. പോകുമ്പോൾ കാലിലെ പൊടി കൂടെ തട്ടിട്ട് പോകണം. യേശു ക്രിസ്തു പറഞ്ഞതാണ്. അപ്പൊ ഒരു ഗ്രാമത്തിൽ ഗ്രാമീണർ അങ്ങനെ പറയുന്നു, നിങ്ങൾ ഇവിടുന്ന് പോകൂ. പോലീസ് അവരെ നീതിപൂർവ്വമല്ലാതെ കൈകാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ആ ഗ്രാമത്തിലെ സ്ഥാപനങ്ങൾ അടച്ചുകൂട്ടി കാലിലെ പൊടി തട്ടി പോരണം. പോരുവോ? അത് പാസ്റ്ററായാലും കന്യാസ്ത്രീയായാലും നിങ്ങളുടെ സേവനം അവർക്ക് വേണ്ടി. ഏറ്റവും പുതിയ സംഭവവികാസം നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ്. പല കോണുകളിൽ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തെരുവ് ശ്വാനൻ മണ്ണുത്തിയിലെ രാജൻ തിരുമേനിയുടെ ഒരു പ്രതികരണം ഒരു പോസ്റ്റ് രൂപത്തിൽ വന്നത്. ചില PR ഏജൻസികൾ അതിനെ പ്രസക്തി വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ 2 കന്യാസ്ത്രീകൾ ആദിവാസി മേഖലയിൽ നിന്നുള്ള ചില പെൺകുട്ടികളുമായി ആഗ്രയിലേക്ക് കടക്കുവാൻ ശ്രമിക്കുകയും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ഇടപെടുകയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് വാർത്തയ്ക്ക് ആധാരമായ സംഭവം. ഇതിനെയാണ് ന്യൂനപക്ഷ പീഡനം, ക്രിസ്തീയ വിരുദ്ധത, സുവിശേഷ മർദ്ദനം, ഇങ്ങനെയുള്ള പല തലക്കെട്ടുകളിൽ ജിഹാദി പക്ഷത്തുള്ള മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിനെതിരായി, തൃശൂർ MP സുരേഷ് ഗോപിക്കെതിരായി ഒക്കെ വലിയ നിലവിളികളും ആക്രോശങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ജിഹാദി ഏജന്റായിരിക്കുന്ന മണ്ണുത്തി രാജൻ തിരുമേനിയുടെ ഒരു പോസ്റ്റ് വളരെ പ്രതിഷേധാർഹമായ ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ വളരെ അപലപനീയമായ ഒരു പോസ്റ്റാണ്. ക്രൈസ്തവരെ രാജ്യം ഭരിക്കുന്ന സർക്കാരുമായും ആ സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന പാർട്ടിയുമായും സഹകരിക്കുന്നത് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ജിഹാദി ഏജന്റ് ഇരുന്ന പോസ്റ്റാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരുപക്ഷെ മർദ്ദനമേൽക്കാനോ കൊല്ലപ്പെടാനോ സാധ്യത ഉണ്ടായിരുന്ന കന്യാസ്ത്രീകളെ പോലീസുകാർ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇരുത്തുകയാണ്. പിന്നീട് അത് നിറം പിടിപ്പിച്ച വാർത്തയാവുകയാണ്. ഇവിടെയാണ് നമ്മൾ രാജ്യത്ത് കത്തോലിക്ക തിരുസഭയും മറ്റ് സുവിശേഷ തൽപരരായ വിഭാഗങ്ങൾ, അല്ലെങ്കിൽ പൊതുവെ അവരെ ഇവാഞ്ചലിക്കൽസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവാഞ്ചലിക്കൽസും കത്തോലിക്ക സഭയും ഒക്കെ നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനം, അല്ലെ സുവിശേഷ വേല എന്നൊക്കെയുള്ള ഓമന പേരിട്ട് നടത്തുന്ന ഈ പരിപാടിയെ സംബന്ധിച്ച് കഴിഞ്ഞ 6 വർഷമായി ഗ്ലോറിയസ് ഗോസ്പലിലൂടെ ഞങ്ങൾ
നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ക്രിസ്തുവുമായോ ക്രിസ്തുവിന്റെ സഭയുമായോ ബൈബിളിന്റെ സന്ദേശവുമായോ ബന്ധം പോലും ഇല്ലാത്ത പരിപാടിയാണ് ഈ അച്ഛന്മാരും ഈ കന്യാസ്ത്രീകളും ഈ പാസ്റ്റർമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് ഇവർ ചെയ്തത്? ഇവരുടെ വിശദീകരണം അനുസരിച്ച് ആഗ്രയിലെ ആശുപത്രിയിൽ തൊഴിലാളി ക്ഷാമം. എങ്ങനെയാണ് ആഗ്രയിലെ ആശുപത്രിയിൽ തൊഴിലാളി ക്ഷാമം ഉണ്ടാകുന്നത്? ആഗ്രയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പെൺകുട്ടികളുടെ ക്ഷാമം. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആഗ്ര പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിലെ ജോലിക്ക്, എന്ത് ജോലി ആയാലും ഏത് സ്വഭാവത്തിലുള്ള ജോലി ആയാലും ആ ജോലിക്ക് തൊഴിലാളികളുടെ ക്ഷാമം നിമിത്തം ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറയുന്നത് അവിടെ ആഗ്രയിൽ ജോലി ചെയ്യാൻ പെൺകുട്ടികളെ കിട്ടാനില്ല. അപ്പോൾ ആഗ്രയിൽ ഈ ആശുപത്രിയിൽ ഇന്ന തസ്തികയിലേക്ക് ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് ഈ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഒരു പത്രപരസ്യം കൊടുത്തോ? പത്രപരസ്യം കൊടുത്തിട്ട് റെസ്പോൺസസ് കിട്ടുന്നില്ല. ഇവിടെ തൊഴിലാളി ക്ഷാമമാണ്, നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, നിസാര പണത്തിന് അല്ലെങ്കിൽ സൗജന്യമായി സേവനം ചെയ്യാൻ ഭക്ഷണം മാത്രം മേടിച്ച് പഴയ വസ്ത്രങ്ങളും ഈ ആദിവാസി മേഖലകളിൽ നിന്ന് കന്യാസ്ത്രീകൾ കടത്തിക്കൊണ്ടു പോകുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് പഴയ വസ്ത്രങ്ങളും പഴകിയ ഭക്ഷണവുമാണ്. അടിമപ്പണിയാണ് ചെയ്യിക്കുന്നതെന്ന് സാരം. ഡീസന്റ് ആയിട്ട് ന്യായമായിട്ട് നാട്ടിൽ നടപ്പുള്ള ശമ്പളം കൊടുത്ത ആളുകളെ നിയമിക്കാൻ തയ്യാറാവണം. ഈ ആശുപത്രികളൊന്നും സൗജന്യമല്ല. കത്തോലിക്ക സഭയുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെല്ലുന്ന ആർക്കും സൗജന്യം കിട്ടുന്നില്ല, അവർക്ക് ബില്ലാണ് കിട്ടുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ തൊഴിലെടുക്കുന്ന നഴ്സുമാരടക്കം സേവനത്തിന് ന്യായമായ വേതനം കൊടുക്കുവാൻ വിസമ്മതമുള്ള, വൈമനസ്യമുള്ള, അപ്പൊ ഇവരുടെ രക്തം കുടിച്ച് തടിച്ച് കൊഴുക്കുന്ന ഒരു രക്ഷസായി ഈ സഭയും സഭാ സ്ഥാപനങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ ഇന്ന് ചെറിയൊരു പ്രതികരണം ഉണ്ടായപ്പോൾ ഇത്രയും ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റാണ് ചെയ്യുന്നത്, തെമ്മാടിത്തരമാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാണ്? അവരുടെ മതത്തെ കൂട്ടുപിടിക്കുകയാണ്. നോക്കൂ, ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് വലിയ കുഴപ്പമുണ്ടാകുന്നു. ക്രിസ്ത്യാനിറ്റി ആക്രമിക്കപ്പെടും. എവിടെ ക്രിസ്ത്യാനിറ്റി ആക്രമിക്കപ്പെടുന്നു? ഒരു കോർപ്പറേറ്റ് സംരംഭമാണ്. എന്നെ കേൾക്കുന്ന ഓരോ ക്രൈസ്തവരും മനസ്സിലാക്കണം, ഇതൊന്നും ക്രിസ്ത്യാനിറ്റി അല്ല, ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ല. കത്തോലിക്ക സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്? രണ്ട് മേഖലകളിലാണ് കൂടുതൽ പ്രവർത്തനം. ഒന്ന് ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും. ഇത് രണ്ടും വളരെ അടിസ്ഥാനപരമായി മനുഷ്യർക്ക് വളരെ പ്രയോജനമുള്ളതും അതുപോലെ ക്രിസ്തുവിന്റെ കൽപ്പനകളിൽ എടുത്തു പറയേണ്ടതുമാണ്. എഡ്യൂക്കേറ്റ്, ഇത് ക്രിസ്ത്യാനിറ്റിയുടെ മുഖമുദ്രയാണ്. അത് ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. എഡ്യൂക്കേറ്റ് ചെയ്യുക, ബി ലൈറ്റ്. വെളിച്ചത്തെ അറിയുക, വെളിച്ചത്തെ പരത്തുക. ഇതാണ് ക്രിസ്തുവിന്റെ സന്ദേശം. നോ ദ ലൈറ്റ് ആൻഡ് ത്രോ ദ ലൈറ്റ്. ഇതാണ് ക്രിസ്തു പറഞ്ഞത്, നോ ദ ലൈറ്റ് ആൻഡ് ത്രോ ദ ലൈറ്റ്. അപ്പൊ ക്രിസ്തുവിന്റെ സന്ദേശത്തിൽ ഏറ്റവും പ്രധാനം എഡ്യൂക്കേഷനാണ്. രണ്ടാമത്തത് ആതുര സേവനമാണ്. രോഗികളെ ശുശ്രൂഷിക്കുക, ദുഃഖിതരെ ആശ്വസിപ്പിക്കുക. ഇത് രണ്ടുമാണ്. ഈ രണ്ട് മിനിസ്ട്രിയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ക്രക്സ്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ പണം വാങ്ങിക്കൊണ്ട് സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്ക് വേണ്ടി മാത്രം നൽകുമ്പോൾ അതിന്റെ അന്തസത്ത നഷ്ടപ്പെടുകയാണ്. ദാറ്റ് ഈസ് നോ ലോങ്ങർ എ ക്രിസ്ത്യൻ മിനിസ്ട്രി. ഒരു രോഗിയെ കാണുന്നതിനോ രോഗനിർണയം നടത്തുന്നതിനോ ഔഷധങ്ങൾ നിർദ്ദേശിക്കുന്നതിനോ ചികിത്സാ വിധികൾ ആവിഷ്കരിക്കുന്നതിനോ പണം വാങ്ങുന്നെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ മിനിസ്ട്രി. ദാറ്റ് ഈസ് നോ ലോങ്ങർ ക്യാൻ ബി കോൾഡ് എ ക്രിസ്ത്യൻ മിനിസ്ട്രി. കാരണം ലോകത്ത് അനേക സംഘടനകൾ, പഴയ പോലെയല്ല, പഴയ കാലത്ത് ക്രിസ്ത്യാനികൾ മാത്രമാണ് ആശുപത്രിയും സ്കൂളുകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് കോർപ്പറേറ്റുകൾ ആശുപത്രികൾ നടത്തുന്നു. എത്രയോ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഈ ആശുപത്രിയിലേക്ക് നടത്തിപ്പിലേക്ക് വന്നിരിക്കുന്നു. ഇന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ആശുപത്രികൾ നടത്തുക എന്നുള്ളത് ഇന്നതൊരു കോർപ്പറേറ്റ് വ്യവസായമാണ്. അതൊരു ക്രിസ്ത്യൻ മിനിസ്ട്രി അല്ല. അതെപ്പോഴാണ് ക്രിസ്ത്യൻ മിനിസ്ട്രി ആകുന്നത്? അത് ഗ്രാസ് റൂട്ട് ലെവലിൽ സാധുക്കൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്നെങ്കിൽ, മരുന്ന് നൽകുന്നെങ്കിൽ മാത്രമാണ് അതൊരു ക്രിസ്ത്യൻ മിനിസ്ട്രി ആകുന്നത്. അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോസ്പിറ്റലുകൾ നടത്തി സമൂഹത്തിലെ വരേണ്യവർഗത്തിന് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നു. അതിനുവേണ്ടി കന്യാസ്ത്രീകളെ ഉപയോഗിക്കുന്നു. കന്യാസ്ത്രീകളിലൂടെ ക്യാൻവാസ് ചെയ്തെടുക്കുന്ന ആദിവാസി പെൺകുട്ടികളെ ഈ ഇത്തരത്തിലുള്ള ആശുപത്രികളിലെ ദാസ്യവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഹീനവും അധമവും നിന്ദ്യവും ആയ വേലകൾ ചെയ്യുവാൻ ആദിവാസി മേഖലകളിൽ നിന്നുള്ള പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നു. ഇത് എങ്ങനെ ഒരു നോബിൾ വർക്കാകും? ഇത് മനുഷ്യക്കടത്തിന്റെ പരിധിയിൽ വരും. അത് മനുഷ്യക്കടത്ത് തന്നെയാണ്. ആദിവാസി മേഖലയിൽ നിന്ന് പെൺകുട്ടികളെ ആഗ്രയിലെ ആശുപത്രിയിലെ ദാസ്യവേലയ്ക്ക് വേണ്ടി മതിയായ രേഖകളില്ലാതെ, സമ്മതപത്രങ്ങളില്ലാതെ കടത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ച കന്യാസ്ത്രീകൾ എന്ന് കത്തോലിക്ക കന്യാസ്ത്രീകൾ 2 പേർ അറസ്റ്റിലായി എന്നതുകൊണ്ട് ഇന്ത്യയിൽ സുവിശേഷ പീഡനം, ക്രിസ്തീയ പീഡനം എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് നോൺസെൻസ്. ദാറ്റ് ഇസ് നോൺസെൻസ്. ഇന്ന് തന്നെ പാരലായിട്ട് മറ്റൊരു സംഭവം കേരളത്തിലെ പെരുമ്പാവൂരിലുള്ള പുല്ലുവഴി എന്ന് പറയുന്ന സ്ഥലത്ത്, കേരളത്തിലെ പെരുമ്പാവൂര് പുല്ലുവഴി, ആ സ്ഥലമൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള സ്ഥലമാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യ പി ഗോവിന്ദപിള്ളയുടെ ഒക്കെ നാടാണ് പെരുമ്പാവൂർ. അപ്പൊ ഈ പുല്ലുവഴിയിൽ ഒരു അനാഥാലയം
ആരുടേതാണ്? പെന്തക്കോസ്തുകാർ. എന്ത് പെന്തക്കോസ്താണ്? സ്വതന്ത്ര പെന്തക്കോസ്ത് അനാഥാലയം എന്നാണ് പറയുന്നത്. ഒരു വീട്, ഒരു ബഹുനില വീട്, ആ വീട്ടിലൊരു പാസ്റ്റർ താമസിക്കുന്നു. അപ്പൊ പാസ്റ്റർ താമസിക്കുന്ന ഒരു വലിയ വീട്ടിലേക്ക് രാജസ്ഥാനിൽ നിന്ന് 12 പെൺകുട്ടികളെ കൊണ്ടുവരികയാണ്. ഇന്നത്തെ പത്രത്തിലുള്ള വാർത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അപ്പൊ രാജസ്ഥാനിൽ നിന്ന് 12 പെൺകുട്ടികളുമായി പാസ്റ്റർ വരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാസ്റ്റർ പിടിയിലാകുന്നു, പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നു. പത്രത്തിൽ വാർത്ത വരുന്നു. ഇന്നത്തെ പത്രം നിങ്ങൾക്ക് പരിശോധിക്കാം. പാസ്റ്ററുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നല്ല മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത് എഡ്യൂക്കേറ്റ് ചെയ്യാനാണ്, ഇവരെ പഠിപ്പിക്കാനാണ്. രാജസ്ഥാനിൽ നിന്നാൽ അവർ പഠിക്കില്ല, അവർക്ക് നല്ല ഭാവി ഉണ്ടാവില്ല. അപ്പോൾ രാജസ്ഥാനിലേക്ക് ഈ പെൺകുട്ടികളെ പറ്റി കേരളത്തിൽ പെരുമ്പാവൂർ കിടക്കുന്ന പാസ്റ്റർക്ക് വലിയ ആത്മഭാരം ഉണ്ടാകുകയാണ്, വലിയ ഉത്കണ്ഠ, വലിയ സങ്കടം, വലിയ വേദന. ഈ രാജസ്ഥാനിലെ പെൺകുട്ടികളുടെ സ്ഥിതി എന്തായിത്തീരും? അതുകൊണ്ട് രാജസ്ഥാനിൽ നിന്ന് പെൺകുട്ടികളെ ട്രെയിനിൽ കയറ്റി പെരുമ്പാവൂർ കൊണ്ടുവരികയാണ്. എന്തിനാണ്? എന്താണ് ഈ പാസ്റ്റർക്ക് രാജസ്ഥാനിലെ പെൺകുട്ടികളോട് ഇത്ര പ്രേമം? എന്താണ് താല്പര്യം? മതിയായ രേഖകളില്ലാതെ ആളുകളെ വശീകരിച്ചു കൊണ്ടുവരികയാണ് മതകേന്ദ്രങ്ങളിലേക്ക്. എന്തിനാണ് ആളുകൾ ഇത്ര അനാഥർ ഇവിടെ താമസിക്കുന്നു? ഇപ്പോൾ കേരളത്തിൽ ബൈബിൾ സ്കൂളുകൾ എന്ന് പറഞ്ഞ് പെന്തക്കോസ്തുകാർ നടത്തുന്ന ആഭാസ കേന്ദ്രങ്ങളിൽ അഡ്മിഷന് വേണ്ടി ആൾ ചെല്ലുന്നില്ല. അതുപോലെ കത്തോലിക്കരുടെ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് കത്തോലിക്ക പൗരോഹിത്യത്തിന്റെ കാമവെറിക്ക് ഇരയാകുവാൻ വേണ്ടി പെൺകുട്ടികളെ വിടുവാൻ ഇപ്പോൾ കത്തോലിക്ക സാധാരണ കുടുംബങ്ങൾ വിസമ്മതിക്കുന്നു. അവർക്ക് കുറേശ്ശെ വെളിച്ചം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികളെ കിട്ടുന്നില്ല പഴയ പോലെ. അപ്പൊ പരിഭ്രാന്തരായിരിക്കുന്ന കത്തോലിക്ക മഠാധിപതികളും പെന്തക്കോസ്ത് ബൈബിൾ നടത്തിപ്പുകാരും ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ആദിവാസി സംസ്ഥാനങ്ങളിലും അവരുടെ കഴുകൻ കണ്ണുകൾ പരതി നടക്കുന്നു. അവിടെ നിന്ന് പെൺകുട്ടികളെ നിസ്സഹായരെ റാഞ്ചിയെടുക്കുന്നു. ഇവരുടെ മഠങ്ങളിലും ആശുപത്രികളിലും ഒക്കെ അടിമപ്പണി ചെയ്യിക്കുവാനും ഇവരുടെ അനാഥാലയങ്ങളിലും ബൈബിൾ സ്കൂളുകളിലും ആളെണ്ണം പെരുപ്പിച്ചു കാണിക്കാനും വേണ്ടി ഇവര് ആളുകളെ അപഹരിക്കുന്നു. അതേപറ്റി ബൈബിൾ പറയുന്നുണ്ട്, നരമോഷ്ടാക്കൾ എന്നാ പറയുന്നത്. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, നരമോഷ്ടാക്കൾ, അവർ മനുഷ്യരെ മോഷ്ടിക്കുന്നു. അപ്പൊ നരമോഷണം തൊഴിലാക്കിയിരിക്കുന്നു ആര്? കത്തോലിക്കരായിലെ കന്യാസ്ത്രീകൾ. കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഗതികെട്ട ജീവിതങ്ങൾ. കേരളത്തിലെ ഏതോ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പല്ലില്ലാത്ത മോണ കാട്ടി മാതാപിതാക്കളെയും വല്യപ്പനെയും വല്യമ്മയും ഒക്കെ നോക്കി ചിരിച്ചു. അപ്പൊ ഈ പെൺകുട്ടി പിച്ച വെച്ച് നടന്നു, അത് വളർന്നു വന്നു. അപ്പൊ കുടുംബക്കാർ അവരെ എന്ത് ചെയ്യണം? സഭയ്ക്ക് കൊടുക്കുകയാണ്. എന്തിനാണ് സഭയ്ക്ക് കൊടുക്കുന്നത്? വളരെ പ്രതീക്ഷയാണ്, ഇത് കർത്താവിന്റെ മണവാട്ടിയാണ്, ശൂശന പൂക്കളുള്ള പച്ച താഴ്വരയിലൂടെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തുവിടുന്നത്. പക്ഷേ വളരെ മോശമായ, അപ്പൊ അടുത്ത കാലത്ത് പുറത്തു വന്ന കന്യാസ്ത്രീകളുടെ ഒക്കെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വളരെ 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 പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. എല്ലാവിധത്തിലുമുള്ള മർദ്ദനങ്ങളും താടനങ്ങളും കൊടിയ ദാസ്യവേലകളും ചൂഷണങ്ങളും പീഡനങ്ങളും എല്ലാം അനുഭവിക്കുന്നവരാണ് ഈ കന്യാസ്ത്രീകൾ. അവരാണ് ഉപദ്രവിക്കുന്നത്, അവരാണ് ഉപദ്രവിക്കപ്പെടുന്നത്. അവരിലൂടെയാണ് ഇവരെല്ലാം റിക്രൂട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ഈ പറഞ്ഞ ഈ ആദിവാസി മേഖലകളിൽ വൻതോതിൽ ഇവരെ മതപരിവർത്തനം നടത്തുവാനും അവരെ അടിമപ്പണി ചെയ്യിക്കാനും വേണ്ടി റിക്രൂട്ട് ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യയിലെ ഇതിനെതിരെ നിയമ സംവിധാനം ഉണർന്നില്ല, ഇന്നുമില്ല. ഇന്നും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും ക്രൂരമായ വിവേചനവും ചൂഷണവും ഒക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഇന്ത്യ രാജ്യത്ത് ചെറിയ വെളിച്ചമെങ്കിലും, 1-2 കന്യാസ്ത്രീകളെങ്കിലും അറസ്റ്റിലായാൽ അത്രയും വെളിച്ചം അവിടെ വന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ നാട്ടിൽ. അതുകൊണ്ട് ഞാൻ ഇതിനെ വെൽക്കം ചെയ്യുകയാണ്. വളരെ നല്ല കാര്യമാണ് കന്യാസ്ത്രീകളെയും പാസ്റ്റർമാരെയും അറസ്റ്റ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. കർത്താവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഗ്രാമത്തിൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോവുക, അവിടെ തുടർന്ന് നിൽക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. പോകുമ്പോൾ കാലിലെ പൊടി കൂടെ തട്ടിയിട്ട് പോകണം. യേശു ക്രിസ്തു പറഞ്ഞതാണ്. അപ്പൊ ഒരു ഗ്രാമത്തിൽ ഗ്രാമീണർ ഒന്നടങ്കം പറയുന്നു, നിങ്ങൾ ഇവിടുന്ന് പോകൂ. പോലീസ് അവരെ നീതിപൂർവ്വം അല്ലാതെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഗ്രാമത്തിലെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കാലിലെ പൊടി തട്ടി പോരണം. പോരുവോ? അത് പാസ്റ്ററായാലും കന്യാസ്ത്രീയായാലും നിങ്ങളുടെ സേവനം അവർക്ക് വേണ്ടി നീഡ്. നിങ്ങൾ ഇനി സ്കൂൾ നടത്തി കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്കൂൾ നടത്താൻ ഇന്ത്യയിൽ കോർപ്പറേറ്റുകളുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭ ഉത്തരേന്ത്യയിൽ വളരെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ കേന്ദ്ര മന്ത്രിസഭയിലെ തന്നെ ഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും കത്തോലിക്ക സ്ഥാപനങ്ങളിൽ പഠിച്ചവരായിരിക്കും. ഇന്ത്യയിലെ IAS IPS ഓഫീസർമാരൊക്കെ ഒന്ന് എടുത്തു നോക്ക്. അതിൽ നല്ല പങ്ക് ആളുകളും ട്രെയിൻഡ് ബൈ അറ്റ് എ സർട്ടൻ പോയിന്റ് ട്രെയിൻഡ് ബൈ സം കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്തിനാണ്? അപ്പൊ ഇന്ത്യയിലെ വരേണ്യവർഗത്തിന്റെ ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ മുതലാളിമാരുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി ജെസ്യൂട്ടുകളും അതുപോലെ CMI മിഷണറിമാരും പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. ഇവരുടെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ, പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും സാധാരണക്കാരന്, ഏതെങ്കിലും സാധുവിന് സൗജന്യമായ പ്രവേശനമോ വിദ്യാഭ്യാസമോ ലഭിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ കേരളത്തിൽ നിന്നുള്ള സാധാരണ സുറിയാനി കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ കന്യാസ്ത്രീകളാക്കാമെന്ന് പറഞ്ഞ് വശീകരിച്ച് ശമ്പളമില്ലാതെ അവരെ കൊണ്ടുപോയി ഉത്തരേന്ത്യയിൽ ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ച് വലിയ രാക്ഷസ കോട്ടകൾ പണിത് ഉത്തരേന്ത്യൻ ഗോസായിമാർക്ക് മെച്ചപ്പെട്ട ചികിത്സയും അവരുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും നൽകുന്ന നികൃഷ്ടമായ, നിന്ദ്യമായ, അധമമായ ഒരു ഏജന്റ് പണിയാണ് കത്തോലിക്ക സഭ ഇന്ത്യയിൽ നടത്തുന്നത്. ഇതിന് ക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധം? ക്രിസ്ത്യാനിറ്റിയുമായിട്ട് എന്ത് ബന്ധം? അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ദാസ്യപ്പണി ചെയ്യുവാൻ ആദിവാസി മേഖലകളിൽ നിന്ന് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്ന കന്യാസ്ത്രീ വേഷം ധരിച്ചിരിക്കുന്ന സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ എന്തിനു പ്രതിഷേധിക്കണം? അത് ന്യായമായ കാര്യമല്ലേ? അത് തടയപ്പെടേണ്ടതല്ലേ?
രാജസ്ഥാനിൽ നിന്ന് 12 പെൺകുട്ടികളെയും കൊണ്ട് പാസ്റ്റർ വരുന്നു. ഈ പാസ്റ്റർമാരും കത്തോലിക്കരും ഒരു നാണയത്തിന്റെ ഇരുവശമാണ്. ഒരു വ്യത്യാസമില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മതപരിവർത്തന പരിശ്രമമാണ്, മനുഷ്യക്കടത്താണ്, മനുഷ്യ വർഗത്തോടുള്ള വലിയ തിന്മയാണ്. നിങ്ങൾ ഓർത്തു നോക്ക്, കാട്ടിൽ കിടക്കുന്ന ഒരു സിംഹം പട്ടിണിയാണ്. അയ്യോ പാവം, സിംഹം ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഒരാഴ്ചയായി. അതുകൊണ്ട് നമുക്ക് എന്ത്, ഈ സിംഹത്തെ കൂട്ടിലാക്കാം, കെണി വെച്ച് പിടിച്ച് കൂട്ടിലാക്കി അതിനെ പട്ടണത്തിൽ കൊണ്ടുവരികയാണ്. എന്തിനാണ്? 2 നേരം നമുക്ക് നല്ല പോത്തിറച്ചി കൊടുക്കാം സിംഹത്തിന്. പട്ടണത്തിൽ കൂട്ടിക്കൊണ്ടിട്ടാണ്, സൂവിൽ കൊണ്ടിട്ടിട്ട് ആളുകൾ ക്യൂ നിന്ന് കാണാൻ ടിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ നോബൽ വർക്കാണ്. സിംഹത്തെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അടർത്തിയെടുത്ത് വിദൂരമായ, അപരിചിതമായ, അന്യമായ സാഹചര്യങ്ങളിൽ കൊണ്ട് പാർപ്പിച്ചിട്ട് സിംഹത്തിന് ഇറച്ചി കൊടുത്തു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അതുപോലെയാണ് ഇപ്പോ രാജസ്ഥാനിൽ ജനിച്ചു വളർന്ന ആ പെൺകുട്ടികളെ അവരുടെ സാംസ്കാരിക പരിസരങ്ങളിൽ നിന്ന്, അവരുടെ ബന്ധങ്ങളിൽ നിന്ന്, കുടുംബ പരിസരങ്ങളിൽ നിന്നെല്ലാം അടർത്തിയെടുത്തിട്ട് വളരെ ഇടുങ്ങിയ വൃത്തിഹീനമായ പെരുമ്പാവൂർ പുല്ലുവഴിയിലുള്ള ഒരു കുടുസുമുറിയിൽ കൊണ്ടാക്കുകയാണ്. ന്യായം എന്താണ്? ഞങ്ങൾ അവരെ പഠിപ്പിക്കും. എന്താ പഠിപ്പിക്കുന്ന അറിയത്തില്ല. ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. ആദിവാസി ഗ്രാമത്തിൽ ഛത്തീസ്ഗഡിൽ ജീവിക്കുന്ന പെൺകുട്ടികളെ കന്യാസ്ത്രീകൾ കൊണ്ടുപോവുകയാണ്. എന്തിനാണ്? ആഗ്രയിൽ ജോലി കൊടുക്കുക. എന്ത് ജോലി? ആശുപത്രിയിൽ ജോലി. അപ്പൊ ആഗ്രയിൽ എങ്ങും ആശുപത്രിയിൽ ആ പ്രത്യേക ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ലേ? കിട്ടും. അവിടെ പത്രത്തിൽ പരസ്യം കൊടുത്താൽ 100 കണക്കിന് ആളുകൾ അപേക്ഷിക്കും. അവർ ജോലി കൊടുക്കണം. അപ്പൊ മാന്യമായ സേവന വേതന വ്യവസ്ഥകളും ഉണ്ടാകും. പണം കൊടുക്കാൻ കഴിയില്ല. അപ്പോ വേതനരഹിതമായി, അതായത് കൂലി കൊടുക്കാതെ ആളെ കിട്ടണം എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ വളരെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ എന്നോട് പറയാണ്, പുള്ളിയുടെ കുട്ടികൾ കുഞ്ഞായിരുന്നപ്പോ ഈ പിള്ളേരൊക്കെ നോക്കാൻ വേണ്ടി ആളെ വേണം, ആയമാരെയൊക്കെ വീട്ടിൽ എടുത്തുകൊണ്ടാക്കാനൊക്കെ വേണമെങ്കിൽ കന്യാസ്ത്രീയോട് പറഞ്ഞു. അപ്പൊ അവരെല്ലാം അങ്ങനെയാണ്. അപ്പൊ കന്യാസ്ത്രീകളോട് പറഞ്ഞാൽ പിറ്റേ ദിവസം കുട്ടി റെഡി. അപ്പൊ ധനികരുടെ വീടുകളിൽ കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കാൻ 12 വയസ്സും 13 വയസ്സും ഒക്കെ ഉള്ള പെൺപിള്ളേരെ കിട്ടണമെങ്കിൽ അത്തരം പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുവാൻ ഈ കന്യാസ്ത്രീകൾ കൊള്ളാം. എനിക്കറിയാം, കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഉപരിമധ്യവർഗത്തിന്റെയും ഉപരിവർഗത്തിന്റെയും വീടുകളില് ജോലിക്ക് ഇപ്പോൾ ആളെ കൊടുക്കുന്ന മുഴുവൻ പെന്തക്കോസ് പാസ്റ്റർമാർ. കൃത്യമായിട്ട് അറിയാം. പെന്തക്കോസ് പാസ്റ്റർമാർ പറഞ്ഞാൽ പാസ്റ്ററെ നമുക്കൊരു കൊച്ചിനെ വേണമല്ലോ, മാമയെ അടുത്ത പ്രാവശ്യം പോയി. അപ്പൊ വടക്കേന്ത്യ ഉത്തരേന്ത്യൻ പര്യടനങ്ങൾക്ക് പോകുന്ന പാസ്റ്റർമാരുടെ എല്ലാം കൂടെ 3-4 കുട്ടികളെ പോലും എന്തിനാണ് ആ കുട്ടികളെ കൊണ്ടുവരുന്നത്? കേരളത്തിലെ ഉപരിമധ്യവർഗത്തിന്റെ വീടുകളിൽ ദാസ്യപ്പണി ചെയ്യുവാൻ, അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് നല്ല കമ്മീഷൻ കിട്ടും. അപ്പൊ ഇതാണ് ക്രിസ്തുവിന്റെ പേരിൽ ഇവർ നടത്തുന്നത്. ഇതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഇതാണ് ദൈവരാജ്യത്തിന്റെ കെട്ടുപണി. ഇത് രാജ്യത്തെ ഏജൻസികൾ നിരീക്ഷിക്കുന്നില്ല, പരിശോധിക്കുന്നില്ല. കാരണം അവർക്ക് മതത്തിന്റെ സംരക്ഷണമുണ്ട്. സുവിശേഷ വേല, പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെയുള്ള വലിയ കവചമുണ്ട്. കാരണം ഇവിടെ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ആളുകളുടെ റിലീജിയസ് സെന്റിമെന്റ്സ് ഹർട്ട് ചെയ്യപ്പെടും. മതവികാരം വ്രണപ്പെടുമെന്ന് മലയാളം. അപ്പൊ മതവികാരം വ്രണപ്പെടാതിരിക്കാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? പൊതുജനം എന്ത് ചെയ്യണം? ഇതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കണം. ക്രിസ്തുവിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്നവരാണിവർ. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാരിന്റെ ഏജൻസികൾ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളോ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളോ വെക്കുകയോ അത്തരത്തിലുള്ള നയങ്ങൾ നടപ്പിലാക്കുകയോ ചെയ്യുമ്പോൾ മതത്തിന്റെ പേരിൽ, മതത്തിന്റെ റിലീജിയസ് സെന്റിമെന്റ്സിന്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് മതാഭിമുഖ്യത്തിന്റെ പേരിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് കത്തോലിക്ക സഭ വലിയ ഇഷ്ടമാണ്, അച്ഛന്മാരെ ഇഷ്ടമാണ്, കന്യാസ്ത്രീകളെ ഇഷ്ടമാണ്. പെന്തക്കോസ്തൽ പാസ്റ്റർ അവരുടെ ഉപദേശങ്ങളുമായിട്ട് ചിലപ്പം എനിക്ക് വിയോജിപ്പ് ഉണ്ടാക്കാം. ഇപ്പൊ പെന്തക്കോസ്തലെ പാസ്റ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ്. ഐ ലൈക്ക് ഹിം, ഐ ലവ് ഹിം. എനിക്ക് അതായത് ഇഷ്ടമാണ്. ഉപദേശപരമായ അതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എന്നല്ലാതെ ബ്രോഡ് സെൻസിൽ ഒരു കത്തോലിക്ക അച്ഛനെയോ ഒരു കത്തോലിക്ക കന്യാസ്ത്രീയോ ഒരു പെന്തക്കോസ്തൽ പാസ്റ്ററോ എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ അവര് ഈ രാജ്യത്തുള്ള നിയമത്തിന് വിരുദ്ധമായി, മാനവികതക്കെതിരായി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും മതത്തിന്റെ പേരിൽ ന്യായീകരിക്കുവാനോ വെള്ളപൂശുവാനോ ഞാൻ തയ്യാറല്ല. എനിക്കതിൽ താല്പര്യവുമില്ല. കാരണം തെറ്റെന്ന് പറയും. അപ്പൊ രാജസ്ഥാനിൽ നിന്ന് എന്ത് കാരണത്തിന്റെ പേരിലായാലും 12 പെൺകുട്ടികളെ ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന് പെരുമ്പാവൂർ പുല്ലുവഴിയിൽ കൊണ്ട് ഞാൻ ആ പെൺകുട്ടികളെ നന്നാക്കി എടുക്കാമെന്ന് പറയുന്ന പാസ്റ്റർ ഗോവിന്ദചാമിയുടെ ഒപ്പം ജയിലിൽ കിടക്കാൻ അർഹനാണെന്നാണ് എന്റെ അഭിപ്രായം. ഈ പാസ്റ്റർക്ക് അത്ര താല്പര്യമാണെങ്കിൽ, അദ്ദേഹത്തിന് സേവനം ചെയ്യണം എന്നൊരു ത്വരയാണെങ്കിൽ അവരുടെ ആ ജീവിത പരിസരങ്ങളിൽ, രാജസ്ഥാനിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുവാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി നമുക്ക് പേര് കിട്ടില്ല. അവർക്ക് ഒരു ഭക്ഷണ പദ്ധതി അവർക്ക് വേണ്ടി ഏർപ്പെടുത്തുക. മാസം തോറും ഒരു കിറ്റ് അവരുടെ വീട്ടിൽ കൊടുക്കാം. ഒരു 20 കിലോ ഗോതമ്പ്, കുറച്ച് പയറ്, കുറച്ച് പച്ചക്കറി, കുറച്ച് പാൽക്കട്ടി, ഇങ്ങനെ ഒരു ഭക്ഷണ കിറ്റ് ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന വീടുകളിൽ ഞങ്ങൾ എത്തിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. അവരുടെ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ സായാഹ്ന ക്ലാസ്സുകൾ വെച്ച് അവരുടെ ബേസിക് എഡ്യൂക്കേഷൻ ഞങ്ങൾ കൊടുക്കുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് വെച്ച് ഞങ്ങൾ അവർക്ക് മരുന്ന് കൊടുക്കുന്നു, സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യാം അവരുടെ പരിസരങ്ങളിൽ. പക്ഷെ അവരുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് ഈ പെൺകുട്ടികളെ അടർത്തിയെടുത്തുകൊണ്ട് പെരുമ്പാവൂർ പാസ്റ്ററുടെ വീട്ടിൽ കൊണ്ടുവന്ന് എന്തോ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പാസ്റ്റർ പരിശ്രമിക്കുമ്പോൾ വർക്കിംഗ് കണ്ടീഷനിൽ തലച്ചോറുള്ള ഏതൊരു വ്യക്തിയുടെ നെറ്റി ചുളിയും. അപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറ് വർക്കിംഗ് കണ്ടീഷനിലാണോ അല്ലയോ? വർക്കിംഗ് കണ്ടീഷനാണെങ്കിൽ നിങ്ങളുടെ നെറ്റി ചുളി, അത് ശരിയല്ലത്. അപ്പൊ അതുകൊണ്ട് ഛത്തീസ്ഗഡിലെ പെൺകുട്ടികളെ ആഗ്രയിലെ ആശുപത്രിയിൽ ജോലിക്ക് കൊണ്ടുപോകുന്ന കന്യാസ്ത്രീയുടെ ഉദ്ദേശശുദ്ധിയിൽ നമ്മൾ ഒട്ടും വിഷമിക്കരുത്, സംശയം തോന്നരുത്. നന്ദി പറഞ്ഞറിയാമേ സ്വസ്തി, അത് വളരെ നല്ല കാര്യമാണ്. ആഗ്രയിലൊന്നും ആളെ പണി കിട്ടുന്നില്ല. ഇതാണ് കന്യാസ്ത്രീ വർഷലായിട്ട്.
അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, ഇത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ, ദൈവരാജ്യത്തിന്റെ നിർമ്മാണത്തിന്റെ, ഇവരുടെ ഉദ്ദേശശുദ്ധിയുടെ ഒക്കെ ഒരു മാറ്റുരയ്ക്കലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എന്താണ് ഇവർ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സുവിശേഷം ഇവിടെ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞത് ഉത്തരേന്ത്യയിലെ ഉപരിവർഗത്തിന്റെ ചികിത്സാ ആവശ്യങ്ങൾ സന്ധിക്കുന്നു. ആളുകളൊരു പണമുള്ളവർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത രണ്ട് കാര്യമാണ് വിദ്യാഭ്യാസവും ചികിത്സയും. അസുഖം വന്നാൽ എത്ര പണം വേണേലും മുടക്കും, മക്കളെ പഠിപ്പിക്കാൻ എത്ര പണം വേണേലും മുടക്കും, നോ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നിന്റെ ആരോഗ്യത്തിന് ഇന്നതാണ് നിന്റെ അസുഖം, ഇതിനൊരു സർജറി ചെയ്യണം, 15 ലക്ഷം രൂപ പറഞ്ഞാൽ കേരളത്തിൽ പൈസ ഇല്ലാത്ത ഒരു പാട്ടപ്പിരിവ് നടത്തി 15 ലക്ഷം അടയ്ക്കാൻ നടക്കുക. അപ്പോൾ മനുഷ്യൻ ആരോഗ്യത്തിന് എത്ര പണം വേണമെങ്കിലും മുടക്കും. അതുകൊണ്ട് ഈ രണ്ട് മേഖലകൾ കത്തോലിക്ക സഭ മേധാവിത്വം വെച്ച് പുലർത്തിയിരുന്നാണ്. ഇന്ന് ആ മേധാവിത്വം ഇല്ലാതെയായിരിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലറിയാം, കേരളത്തിലെ വലിയ ആശുപത്രികളെയൊക്കെ ഇപ്പൊ നോക്ക്, കത്തോലിക്ക സഭയുടെ ഒരു കാലഘട്ടത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്ന ഇന്ന് മറ്റു വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മാനേജ്മെന്റുകൾ, അതുപോലെ സ്വകാര്യ കോർപ്പറേറ്റുകൾ, ഡോക്ടർമാരുടെ സംഘടനകൾ, സിൻഡിക്കേറ്റുകൾ ഒക്കെ ഈ ആശുപത്രി മേഖലയിലേക്ക് കടന്നത്. ഞങ്ങൾക്ക് ഇവിടെ അമേരിക്കയിലെ ഡോക്ടർമാരുടെ സിൻഡിക്കേറ്റുകൾ നടത്തുന്ന ധാരാളം ഈ ഹോസ്പിറ്റൽ ചെയിൻസ് ഉണ്ട്. അതുപോലെ കേരളത്തിലെ ഇടത്തരം ആശുപത്രികൾ പലതിനെയും അമേരിക്കൻ ഹോസ്പിറ്റൽ ഭീമന്മാർ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. പേരുകൾ മാറ്റാത്തത് നിങ്ങൾ അറിയാത്തതാണ്. അപ്പൊ വൻതോതിൽ കോർപ്പറേറ്റുവൽക്കരണം ആതുര ശുശ്രൂഷ മേഖലയിൽ വന്നിരിക്കുമ്പോൾ കത്തോലിക്ക സഭ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി, ആ സുവിശേഷത്തെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി സേവനം ചെയ്യാനാണെങ്കിൽ ചെയ്യേണ്ടത്, ഈ മത്സരത്തിനിടയിൽ കാലിറങ്ങി പോകുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ. അവർക്ക് വലിയ അങ്ങേയറ്റത്തെ ഹൈ എൻഡ് ചികിത്സയോ അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണമായ ശസ്ത്രക്രിയ ഒന്നും നടത്തി കൊടുക്കേണ്ട. അവരുടെ ബേസിക് എഡ്യൂക്കേഷൻ നീഡ്സ്, അതുപോലെ അവരുടെ അടിസ്ഥാനപരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സൗജന്യ ക്ലിനിക്കുകളെ സ്ഥാപിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളെ വേണ്ടാത്ത, നിങ്ങളെ നിരാകരിക്കുന്ന, നിങ്ങളെ മർദ്ദിക്കുന്ന ഉത്തരേന്ത്യൻ ഭൂമികകളെ വിട്ട് നിങ്ങളെ സ്വീകരിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക്. ഇപ്പൊ കത്തോലിക്ക സഭയ്ക്ക് അകത്ത് തന്നെയുള്ള സഭാംഗങ്ങൾ എത്രയോ പേര് ദരിദ്രരായിട്ട് ആവശ്യങ്ങളിലിരിക്കുന്ന, ജീവിതത്തെ നിർദ്ധാരണം ചെയ്യുവാൻ പ്രയാസപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവിടേക്ക് സഭയുടെ സഹായഹസ്തം ചെല്ലട്ടെ. സഹായിക്കാൻ നീട്ടുന്ന കയ്യെ പിടിച്ച് തിരിച്ച് ഒടിക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും നിന്ന് മർദ്ദനമേക്കാൻ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാതൊരു സഹായവും കിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാതൊരു സഹായവും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം കർത്താവ് പറഞ്ഞാ, ഒരു ഗ്രാമം നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വഴക്കുണ്ടാക്കാനല്ല പറഞ്ഞത്, അവിടുന്ന് കാലിലെ പൊടി തട്ടി പോരാനാ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അച്ഛന്മാരെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചിലരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഈ മേഖലയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പോരാൻ പറ്റുന്നില്ല? അപ്പൊ ക്രിസ്ത്യാനികൾ അപ്പോഴേക്കും ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരു മെത്രാൻ വേഷധാരിയുണ്ട്, ഈ മണ്ണുത്തി രാജൻ തിരുമേനി. അപ്പൊ രാജൻ തിരുമേനി പോസ്റ്റ് ഇടുകയാണത്. നോക്കൂ, ഞാൻ അന്നേരം പറഞ്ഞല്ലേ എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹം ജിഹാദി പക്ഷത്താണ് എല്ലാ കാലത്തും പോസ്റ്റ് ഇടുന്നത്, ഇടതുപക്ഷ സപ്പോർട്ടറാണ് പറയും. കത്തോലിക്ക സഭയുടെ ആകട്ടെ, പെന്തക്കോസ്തുകാരുടെ ആകട്ടെ, ഏത് ക്രിസ്ത്യാനികളുടെയും വിഷമത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന, ഞെട്ടുന്ന, സഹഭാവം കാണിക്കുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ. ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഈ തിന്മയ്ക്കെതിരെ, ഏത് തിന്മയാണ് ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന് പറയുന്ന തിന്മയ്ക്കെതിരെ, സംഘപരിവാറിനെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. മുസ്ലിങ്ങളുടെ ആഹ്വാനമുണ്ട്. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാനിതിപ്പം സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ നോക്കിക്കൊണ്ട് മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് മാത്രം കമന്റ്, ക്രിസ്ത്യാനികളെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഞങ്ങൾ പറഞ്ഞതല്ലേ, കണ്ടില്ലേ, കേട്ടില്ലേ? എന്ത് കണ്ട്? രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമം അനുസരിക്കണം. അത് അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും പാസ്റ്റർ ആയാലും മെത്രാനായാലും നിയമം അനുസരിക്കണം. ഒരിടത്തുനിന്ന് മറ്റൊരാളെ അങ്ങനെ രേഖകളിൽ, മതിയായ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുപോകുന്നത് മനുഷ്യക്കടത്താണ്, മതപരിവർത്തനം. അത് തെറ്റാണ്, രാജ്യത്തിന്റെ നിയമത്തിനെതിരാണ്. ഇത്തരത്തിലുള്ള ഉദ്ദേശങ്ങളെ വിടണം. അതിനിപ്പോ സംഘപരിവാറിനെ കുറ്റം പറഞ്ഞിട്ടോ BJP കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അതാണ് എന്റെ ശരി. അപ്പോ ഇതാ നോക്കൂ, നിങ്ങൾക്കൊരു സുഹൃത്ത് ആരാണ്? മണ്ണുത്തി രാജൻ തിരുമേനി ചൂണ്ടിക്കാണിക്കാണ്. ആരാ? സഖാവ് ചിരിച്ചോണ്ട് നിൽക്കുക. പഴയ ഒരു സിനിമയുണ്ട്, അച്ഛൻ ഉറങ്ങാത്ത പീഡനം. ഈ സൂര്യനെല്ലി പീഡനം അനുഭവിച്ച പെൺകുട്ടിയുടെ കഥ ഇതിവൃത്തമാക്കിക്കൊണ്ട് റിലീസ് ചെയ്തൊരു സിനിമയാണ്. അതിനകത്ത് ഇതാ നിന്നെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വന്നിരിക്കുന്നത്. ആരാണ്? ആദ്യം ഈ പെൺകുട്ടിയെ ചിരിച്ച് കാണിച്ച് കൊണ്ടുപോയി ചതിച്ച ബസ്സിലെ പോർട്ടറാണ്. ഇപ്പൊ പോർട്ടർ ചിരിച്ചോണ്ട് നിൽക്കുക. ഇവൻ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, ക്ലീൻ ഷേവായി. ഇതാ ക്രിസ്ത്യാനികൾക്കൊരു രക്ഷകൻ. ആരാണ് ക്രിസ്ത്യാനികൾ രക്ഷിക്കുന്ന? കമ്മ്യൂണിസ്റ്റുകാർ. ഈ കമ്മ്യൂണിസ്റ്റുകാർ ആരാണ്? 120 ദശലക്ഷം ക്രൈസ്തവരെ കൊന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം മുതൽ 21ാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം പിന്നിട്ട് നാം നിൽക്കുന്ന ഈ കാലഘട്ടം വരെ ഏകദേശ കണക്ക് 120 ദശലക്ഷം ഈ USSRൽ മാത്രം കൊല്ലപ്പെട്ടത്. USSRൽ മാത്രം ഏതാണ്ട് 30 ദശലക്ഷം പേര് കൊല്ലപ്പെട്ടെന്ന് പറയും. പിന്നീട് ഒത്തിരി അത് മറ്റു ചില കാരണങ്ങളാൽ മരിച്ചവരാണ്, കൊന്നതല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കണക്കിൽ എങ്ങനെയൊക്കെ വെളുപ്പിച്ചിട്ടും തേച്ചു മായിച്ചിട്ടും ഇപ്പൊ അവർ ഒഫീഷ്യലി അംഗീകരിക്കുന്നത് 5-6 ലക്ഷം പേരെ കൊന്നത്. ഇപ്പൊ സമ്മതിക്കാം. അപ്പൊ ഈ റഷ്യൻ ഓർത്തഡോക്സ് വിശ്വാസികൾ 5-6 ലക്ഷം പേരെ സർക്കാർ കൊന്നുകളഞ്ഞു. 22 ബിഷപ്പുമാര്, 2800 അച്ഛന്മാര് ഒക്കെ ഈ റഷ്യൻ ഓർത്തഡോക്സുകാരുടെ കമ്മ്യൂണിസ്റ്റുകാർ കൊന്നിട്ടുണ്ട്. മനസ്സിലായി? റഷ്യൻ ഓർത്തഡോക്സുകാരുമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ചങ്ങാത്തൊക്കെ കൂടെ ശ്രമിക്കുന്നു. ഈ പറഞ്ഞ മണ്ണുത്തി രാജൻ തിരുമേനിയുടെ സഭ, മണ്ണുത്തി രാജൻ തിരുമേനി എന്ന് അന്വേഷിക്കുക. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ 22 ബിഷപ്പുമാരെയും, 22 28 ഞാൻ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്,
എനിവേ മോർ ദാൻ 20 ബിഷപ്പുമാരെയും 2800 അച്ഛന്മാരെയും 5.5 ലക്ഷം വിശ്വാസികളെയും കൊന്നു എന്ന് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്നു റഷ്യൻ ഗവൺമെന്റ്. പക്ഷെ സത്യത്തെ അനൗദ്യോഗിക കണക്ക് അതിനേക്കാളൊക്കെ കൂടുതൽ, അതൊന്നല്ല അതിന്റെ കണക്ക്. ഞാൻ പറഞ്ഞത് 120 ദശലക്ഷമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ കൊല്ലപ്പെട്ട, അത് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, ഹംഗറി, ചെക്കോസ്ലോവാക്യ, റുമേനിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ, അതുപോലെ കംബോഡിയ, കൊറിയ, ക്യൂബ, ചൈന, ഇവിടങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആകെ ഒരു ഏകദേശ കണക്ക് പറഞ്ഞ 120 ദശലക്ഷം ക്രിസ്ത്യാനികളുടെ ചോര കുടിച്ച ഒരു സത്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. ആരിൽ നിന്ന്? സംഘപരിവാറിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാം. ആര്? ക്രിസ്ത്യാനികളെ. ആര്? കമ്മ്യൂണിസ്റ്റുകാർ. എന്ത് രക്ഷിക്കുമെന്ന്? എപ്പോ? ഞങ്ങൾ രക്ഷിക്കും. ആരിൽ നിന്ന്? അപ്പൊ സംഘപരിവാർ ഭീകരത, RSSകാര് ക്രിസ്ത്യാനികളെ കൊല്ലാൻ പോണു. ആരാണ് രക്ഷിക്കുന്നത്? 120 ദശലക്ഷം ക്രിസ്ത്യാനികളെ കൊന്ന് ആ ചോര കുടിച്ച കമ്മ്യൂണിസ്റ്റ് സത്വം. അടുത്ത ചങ്ങാതി നമ്മൾ ക്രിസ്ത്യാനികളുടെ കൂട്ടുകാരൻ ആരാണ്? മുസ്ലിങ്ങൾ. 1400 വർഷത്തെ പരിചയമുണ്ടേ. ക്രൈസ്തവ ഭൂരിപക്ഷമായ രാജ്യങ്ങളെ നക്കിത്തുടച്ച് കളഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെ പോലെയൊന്നുമല്ല, അവര് കുറച്ച് പേരെ പോലെയല്ല, അവര് രാജ്യങ്ങളെ തന്നെ ഇല്ലാതാക്കി, ഡെമോഗ്രഫിക് ടോട്ടലി മാറ്റി എഴുതി. പൂർണ്ണമായും ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്ന ബഹ്റിനും കുവൈറ്റും, ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സൗദി അറേബ്യയും, ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സിറിയയും ലെബനോനും തുർക്കിയും ഒക്കെ ഇന്ന് മുസ്ലിം രാജ്യങ്ങളായെങ്കിൽ ആ രാജ്യങ്ങളെ ശരിയായ വിധത്തിൽ എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്നു വരുന്ന അസ്ഥികൂടങ്ങളുടെ എണ്ണം കമ്മ്യൂണിസ്റ്റുകാർ കൊന്നൊടുക്കിയ 120 ദശലക്ഷത്തിൽ നിൽക്കില്ല, അത് കൂടുതലാണ്. അപ്പൊ ദശലക്ഷക്കണക്കിന് ക്രൈസ്തവരെ കശാപ്പ് ചെയ്ത മുസ്ലിങ്ങൾ പറയുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ആര്? സംഘപരിവാര വിഷയം. ഇതുകൊണ്ട് സംഘപരിവാറിന്റെ അജണ്ടയോ സംഘപരിവാറുകാരോ എല്ലാം ക്രൈസ്തവരുടെ സുഹൃത്തുക്കളാണെന്നോ ക്രിസ്ത്യാനികൾക്ക് സപ്പോർട്ടാണെന്നോ ഞാൻ പറയുന്നില്ല, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രവും മുസ്ലിങ്ങളുടെ ചരിത്രവും വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇവരെല്ലാം ക്രിസ്ത്യാനികളുടെ ശത്രുക്കളാണ്. മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഈ സംഘപരിവാറുകാരും ക്രിസ്ത്യാനികളുടെ ശത്രുക്കളാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യവചസ് പറയുമ്പോൾ നീ ഏതാണ്? നീ ഒരു പനിനീർ കുസുമമാണ്. എവിടെയാണ് ഈ പനിനീർ കുസുമം? മുള്ളുകളുടെ ഇടയിലാണ്. അപ്പൊ പനിനീർ കുസുമത്തിന്റെ ചുറ്റും മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ, താമരകളിലെ ലില്ലിപുഷ്പത്തിന് ചുറ്റും മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ മുള്ളുകളുടെ ഇടയിലെ താമരപ്പൂവേ എന്ന് സഭയെ വിളിക്കുമ്പോൾ ഈ ക്രിസ്ത്യാനികൾക്ക് ഈ ലോകത്ത് സഹായമൊന്നുമില്ല. എനിക്ക് ഒത്താശ വരുന്ന പർവ്വതം എന്റെ കർത്താവിന്റെ പർവ്വതമാണ്, മറ്റൊരിടത്തു നിന്നും ഒരു ക്രിസ്ത്യാനിക്ക് സഹായമില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയെ കമ്മ്യൂണിസ്റ്റുകാരെ സഹായിക്കുമെന്നോ മുസ്ലിം സഹായിക്കുമെന്നോ സംഘപരിവാറുകാരെ സഹായിക്കുമെന്നോ ഞാൻ പറയുന്നില്ല. പഴയ പഞ്ചതന്ത്രം കഥ പോലെയാണ്, എല്ലാവരും ശത്രുക്കളാണ്. പിന്നെ പഞ്ചതന്ത്രം കഥയിൽ വെച്ചിട്ട് ആരാണ് ലെസ് ഹാംഫുൾ, ഹു ഈസ് മോർ ഹാംഫുൾ, കൂടുതൽ തിന്മ ചെയ്യുന്ന ആരാണ്? താരതമ്യേന കുറച്ച് തിന്മകൾ ചെയ്യുന്നത്. ക്രൈസ്തവർ കൊല്ലപ്പെട്ടവരുടെ എണ്ണമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളാൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണവും കമ്മ്യൂണിസ്റ്റുകാരാൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണവും സംഘപരിവാറുകാരാൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണവും വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാറുകാരാൽ ഉപദ്രവിക്കപ്പെട്ടതോ കൊല്ലപ്പെട്ടതോ പീഡിപ്പിക്കപ്പെട്ടതോ അപഹസിക്കപ്പെട്ടതോ ആയ ക്രൈസ്തവരുടെ എണ്ണം പരിഹാസ്യമായ വിധത്തിൽ കുറവാണ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ. രാജ്യത്തൊരു നിയമമുണ്ട്, രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനാ സമ്പ്രദായത്തിലാണ് ഇന്ത്യയിൽ BJP സർക്കാർ ഭരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നും സർക്കാർ പ്രവർത്തിക്കുന്നില്ല, സർക്കാർ ഏജൻസികൾ പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ രാജ്യത്ത് നിയമ സംവിധാനം ശക്തമാണ്, കോടതികൾ പ്രവർത്തന നിരതമാണ്. അല്ലാതെ കോടതികളുടെ പ്രവർത്തനത്തെ മരവിപ്പിക്കുകയോ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങൾ ശക്തമാണ്, സജീവമാണ്. അപ്പൊ സജീവമായ മാധ്യമ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കുന്ന രാജ്യം ഓപ്പൺ കൺട്രിയാണ്. ട്രാൻസ്പെറൻസി ഉണ്ട് മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും കൂടെ സജീവമായതുകൊണ്ട്. ഇറ്റ് ഇസ് നോട്ട് എ ക്ലോസ്ഡ് കൺട്രി. അപ്പൊ വളരെ തുറവിയുള്ള ഈ രാജ്യത്ത് ക്രൈസ്തവർക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭരണഘടനയും രാജ്യത്തെ നിയമ സംവിധാനങ്ങളും അതുപോലെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാ തരത്തിലും നീതി നിർവഹണം ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്ന വിധത്തിലാണ്. ബാക്കിയൊക്കെ അനാവശ്യമായ ഭീതിപ്പെടുത്തലാണ്. മുതലെടുപ്പിന് വേണ്ടി ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ മണ്ണത്ത് രാജതിരുമേനിയെ പോലെയുള്ള അടിമപ്പണി ചെയ്യുന്ന അധമന്മാരും ഒക്കെ നടത്തുന്ന കേവലം അധര വ്യായാമങ്ങൾ എന്നതിനപ്പുറത്ത് ക്രൈസ്തവർക്ക് പ്രത്യേകിച്ച് പുത്തൻ ഭീഷണികളൊന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല. ഒരു ഭീഷണിയും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചില്ല, ഒരു പുതിയ ഭീഷണിയും ഇല്ല. ഇത് നിയമപരമായിട്ട് ആളുകൾ നീങ്ങട്ടെ. കന്യാസ്ത്രീ ആയാലും പാസ്റ്റർ ആയാലും അച്ഛനായാലും ബിഷപ്പായാലും രാജ്യത്തെ നിയമം അനുസരിച്ച് നീങ്ങട്ടെ. പിന്നെ മറ്റേത് ക്രിസ്തുവിന്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ മുതലാളിമാർക്ക് ചികിത്സ കൊടുക്കുന്ന, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നടത്തിയിട്ട് ഇതൊക്കെ ക്രിസ്തുവിന്റെ പേരിലാണെന്ന് കത്തോലിക്ക സഭ പറഞ്ഞാൽ പണ്ടത്തേതുപോലെ അത്തരം കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുവാൻ വിശ്വാസികളെ ഇനി കിട്ടും എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മൂല്യബോധത്തിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിന്റെ ധാർമ്മികതയ്ക്കും സ്നേഹത്തിനും അനുയോജ്യമായ, അതിന് അനുപമമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന കത്തോലിക്ക സഭയും ശ്രദ്ധിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടതിന് നന്ദി. താങ്ക് യു.